ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ലെയർ ചെയ്യാനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എങ്ങനെ സ്കിൻ കെയറിലോട്ട് ലെയർ ചെയ്യാന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു തരണ്ടേ? കാരണം ഇപ്പൊ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. എന്താണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്റ്റൻസ്, ഒന്നുകിൽ ബയോളജിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ സ്കിന്നിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസിലോട്ടോ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട്, അതല്ലെങ്കിൽ ഒരു ക്ലോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന എന്താണോ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിറ്റാമിൻ എ, അതായത് റെറ്റിനോള്, ട്രെറ്റിനോയിൻ, ഇതൊക്കെ വിറ്റാമിൻ എ ഉണ്ടായിരുന്നു, ഇതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ നമ്മുടെ വിറ്റാമിൻ സി, പിന്നെ AHAs, BHAs, അതായത് AHAസിൽ വരുമ്പോഴത്തേക്ക് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, BHAയിലോട്ട് വരുമ്പോൾ സാലിസിലിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയുന്ന സാധനങ്ങളാണ്. ഇപ്പൊ മനസ്സിലായത് എന്താണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന്? അപ്പൊ ഇനി അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിൻ്റെ കൂടെ ഇത് നമുക്ക് സ്കിന്നിന് ഗുണമുള്ളതാണോ എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പഠിക്കേണ്ട. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. മാത്രമല്ല നമുക്കൊരു ഇമ്മീഡിയറ്റ് ടു ക്ലോസ് ഇമ്മീഡിയറ്റ് റിസൾട്ട് തരുന്നതാണ്. അതായത് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു കുറച്ച് നാളിന് മറ്റുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് തരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഓരോ സ്കിൻ കെയർ പ്രൊഡക്ട്സും നമുക്ക് ലെയർ ചെയ്യാന്നുള്ളതിനെ പറ്റി നോക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഏറ്റവും തിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്യുക, തിക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലാസ്റ്റ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ടോണേഴ്സ്, എസൻസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് അത് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സെറംസ്, പിന്നെ മോയ്സ്ചറൈസേഴ്സ്, പിന്നെ പ്രൊട്ടക്ഷൻ, അതായത് സൺസ്ക്രീനിലോട്ട് പോവാം. എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിന്നിൽ നിന്ന് തിക്കിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞുതരാം. ഏറ്റവും തിന്നായിട്ടുള്ള സാധനം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് വലിച്ചെടുക്കും. അതിനുശേഷം കുറച്ചുകൂടി തിക്കായിട്ടുള്ള കൊടുക്കുമ്പോഴത്തേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ ആദ്യമേ തിക്കായിട്ടുള്ള സാധനമാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു തിന്നായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിന് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ആ അരിപ്പിക്കകത്തോട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ അതിന്റെ മുകളിൽ വെച്ച് കുറെ അരി അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം താഴോട്ട് പോകാൻ അരിപ്പ അല്ലെങ്കിൽ ഒരു തുണി, അരിപ്പ വേണം, നമ്മൾ സാധാരണ ഒരു തുണി വിരിച്ചിട്ട് തുണിയുടെ മുകളിൽ നമ്മൾ നല്ല കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് പിന്നെ കട്ടി കുറഞ്ഞ സാധനം അതിന്റെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ അത് താഴോട്ട് പോകത്തില്ലല്ലോ. എക്സാക്ട്ലി സെയിം തന്നെയാണ് നടക്കുന്നത്. താഴോട്ട് പോകാനായിട്ട് അതൊരു ബാരിയർ ആയിട്ട് നിൽക്കും. അപ്പൊ നമുക്ക് അത് വേണ്ട. ഫസ്റ്റ് തിന്നായിട്ടുള്ള കൊടുക്കുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ തിക്കായിട്ടുള്ള യൂസ് ചെയ്യുന്നതാണ് സേഫ്. അതാണ് പറയുന്നത് ഏറ്റവും തിന്നായിട്ടുള്ള സെറംസ് ആദ്യം അപ്ലൈ ചെയ്യുക. അതിനുശേഷം തിക്നെസ് കൂടുന്നതനുസരിച്ച് ഏറ്റവും അവസാനത്തോട്ട് പോവാം. മൾട്ടിപ്പിൾ ആയിട്ട് സെറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ ഏറ്റവും ലോ pH ലുള്ള സാധനം ഫസ്റ്റ് അപ്ലൈ ചെയ്യുക, കുറച്ച് ഹൈ pH ലുള്ള സാധനം ലാസ്റ്റ് അപ്ലൈ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോ pH ഉള്ളത് കുറച്ച് ആസിഡിക് നേച്ചറിലോട്ടുള്ളതായിരിക്കും. സ്കിൻ കെയർ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും എക്സാമ്പിൾ വിറ്റാമിൻ സി, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ഇതൊക്കെയെന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, വിറ്റാമിൻ സി, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്, അതായത് സാലിസിലിക് ആസിഡ്, ഇതൊക്കെയെന്ന് പറയുമ്പോൾ കുറച്ച് ലോ pH ലുള്ള സാധനങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്കിൻ കെയറിലോട്ട് അപ്ലൈ. അതിനുശേഷം വേണം നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കോജിക് ആസിഡ്, അതല്ലെങ്കിൽ നയാസിനമൈഡ്, ഹൈലൂറോണിക് ആസിഡ്, ഇതൊക്കെ അതിനുശേഷം അപ്ലൈ ചെയ്യണം. കാരണം ഏറ്റവും ലോ pH ലുള്ളത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ്. ഹൈ pH ലോട്ട് പോകുമ്പോഴത്തേക്ക് അബ്സോർപ്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. മാത്രമല്ല നിങ്ങൾ ഹൈ pH എന്ന് പറയുമ്പോൾ ഒരുപാട് ആൽക്കലൈൻ നേച്ചറിലോട്ടൊന്നും അത് പോകത്തില്ല. ന്യൂട്രൽ ടു ആൽക്കലൈൻ അത്ര വരെ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ലോ ആസിഡുള്ള ഫസ്റ്റും പിന്നെ ഹൈ കോൺസെൻട്രേഷനിലോട്ടുള്ള ആസിഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ ലെയർ ചെയ്യാന്നുള്ളതിനെ പറ്റി നോക്കാം. ഇനി നമ്മൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആക്റ്റീവ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസിനെ പറ്റി നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ആണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എന്ന് വെച്ചാൽ ഇപ്പൊ മൊത്തത്തിൽ പറയുന്നത് വിറ്റാമിൻ ഒരു സാധനത്തിന് അണ്ടറിലല്ല, റെറ്റിനോയിക് ആസിഡ്, അങ്ങനെ ഒരുപാട് സാധനത്തിന് അണ്ടറിൽ വരുന്ന സാധനമാണ് നമ്മൾ വിറ്റാമിൻ എ. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഫൈൻ ലൈൻസും റിങ്കിൾസും മാറ്റാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യും. മാത്രമല്ല സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ആന്റി ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടൊക്കെ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് 24 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ മാത്രമേ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യാവുള്ളൂ. അതിനുശേഷം താഴോട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞാനിത് എപ്പോഴും ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് 24 ഇയേഴ്സിന് താഴെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റെറ്റിനോളിന്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിവേസ്, അപ്പൊ നിങ്ങൾ ഡെയിലി ബേസിസ് നമ്മൾ റെറ്റിനോൾ അല്ലെങ്കിൽ വിറ്റാമിൻ എ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ലോ pH അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിറ്റാമിൻ എ ഒരു ന്യൂട്രൽ ടു ആസിഡിക് pH ലോട്ട് വരും. വരുന്ന സാധനം, അതായത് ഒരു 5 അതൊക്കെ ആയിരിക്കും അതിന്റെ pH വരുന്നത്. 5.5 അങ്ങനെ ഒരു pH വരുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ കെയറിൽ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടൊക്കെ വേണമെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാം.
അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആയതുകൊണ്ട് നിങ്ങളിത് കൂടുതലും ലോഷൻ ടൈപ്പ് അല്ലെങ്കിൽ ക്രീമി ടൈപ്പിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ വരാതിരിക്കാൻ നല്ലത്. പക്ഷെ അല്ലാണ്ടുള്ളത് കൊണ്ട് ഇപ്പൊ നിങ്ങളൊരു വിറ്റാമിൻ എ ഒക്കെ നോക്കിയാൽ കൂടുതലും ഒരു ഒലയുടെ എടുത്തു കഴിഞ്ഞാലും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാലും കുറച്ച് ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും അത് വരുന്നത്. അത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം അപ്പൊ നമുക്ക് അത്രയും ഇറിറ്റേഷൻസ് കുറയ്ക്കും. മാത്രമല്ല ഒരു ഫാറ്റ് സോലിബിൾ ആയതുകൊണ്ട് ഒരുപാട് വാട്ടറി കൺസിസ്റ്റൻസിയെക്കാളും ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഫോക്സ്റ്റൈലിലൊക്കെ അങ്ങനെ കുറച്ച് ക്രീം കൺസിസ്റ്റൻസി ഉള്ള സെറംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്താൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഞാൻ പേഴ്സണലി ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഞാൻ അതിന് ശേഷം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കൂടുതലും ന്യൂട്രി പി എച്ചിലുള്ള സെറംസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ പറയില്ല, നമ്മൾ സ്കിൻ കെയർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പി എച്ച് കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ എക്സ്ട്രീംലി അസിഡിക് പി എച്ചിലുള്ള സാധനങ്ങൾ, അതായത് വിറ്റാമിൻ സി അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ വിറ്റാമിൻ എയുടെ കൂടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കരുത്. പക്ഷെ അത് ഇപ്പൊ വിറ്റാമിൻ സി നമുക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. മോർണിംഗിലോട്ട് സ്കിപ്പ് ചെയ്യുക. റെറ്റിനോളിന്റെ കൂടെ നൈറ്റ്ലി യൂസ് ചെയ്ത്. അതുപോലെയാണ് സാലിസിലിക് ആസിഡ്. സെറമായിട്ട് നിങ്ങൾ റെറ്റിനോളിന്റെ കൂടെ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് സ്കിൻ ഡ്രൈനെസ് ഫീൽ ആവുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. നമ്മൾ വിറ്റാമിൻ എയുടെ എന്ത് സെറംസ് ആഡ് ചെയ്യണം? വിറ്റാമിൻ എയുടെ കൂടെ എപ്പോഴും നമ്മൾ സൂതിങ് ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിയാസിനമൈഡ്, അതല്ലെങ്കിൽ പെപ്റ്റൈഡ്സ്, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യുന്ന സിൻഡെല്ല ഉള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും വിറ്റാമിൻ എയുടെ കൂടെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ ഒരു സൂതിങ് എഫക്റ്റ് കിട്ടാൻ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആരും സ്കിന്നിൽ കുറച്ച് ഇത്തിരി വെള്ളമുള്ള സമയത്ത് വിറ്റാമിൻ എ യൂസ് ചെയ്യാതിരിക്കുക. സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ വിറ്റാമിൻ എ യൂസ് ചെയ്യാവൂ. കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക വിറ്റാമിൻ എ യൂസ് ചെയ്യുമ്പോൾ. അടുത്താണ് നയാസിനമൈഡ്. നയാസിനമൈഡ് വെക്കുമ്പോഴത്തേക്ക് അത് 4.5 to 5 pH വരുന്ന സാധനമാണ്. റെറ്റിനോളിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അസിഡിക് നേച്ചറുള്ള സാധനമാണ് നയാസിനമൈഡ്. പക്ഷെ സ്റ്റിൽ ന്യൂട്രൽ പി എച്ചിലോട്ട് ആയതുകൊണ്ട് അത് നമുക്ക് സ്കിൻ കെയറിൽ എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. വിറ്റാമിൻ എ പോലെ വിറ്റാമിൻ എക്കാളും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയാസിനമൈഡ് കുറച്ച് സൂതിങ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ നമുക്കിത് എന്തിന്റെ കൂടെയും ആഡ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന കൂടുതൽ നയാസിനമൈഡ് കുറച്ച് സെറം ഫോർമേഷനിലായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. വിറ്റാമിൻ എക്കാളും കുറച്ചുകൂടി സെറം ഫോമിലായിരിക്കും നിങ്ങൾ നയാസിനമൈഡ് കാണുന്നത്. പിന്നെ മാത്രമല്ല നമ്മളൊരു ബേസിക് മോയിസ്ചറൈസർ, ഫെയർനെസ് ക്രീം അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് നമ്മൾ നോർമലി പറയുന്ന ഒരു ബേസിക് മോയിസ്ചറൈസറിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും എപ്പോഴും നയാസിനമൈഡ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നോർമലി ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, എല്ലാവരും ഇപ്പൊ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ഗ്യാപ്പിൽ ഒരുവിധം സ്കിൻ കെയറിലോട്ട് വന്ന ആൾക്കാർക്കൊക്കെ കിട്ടിയൊരു പണിയാണ് നയാസിനമൈഡ് ഉപയോഗിച്ച് മൂക്കുരു വരുന്നത്. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ നോർമലി നമ്മുടെ നയാസിനമൈഡ് 2 to 5% സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. 10%-നേക്കാളും അതിനേക്കാളും മുകളിലോട്ടുള്ളതിനേക്കാളും. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ 10% യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. ചില സമയങ്ങളിൽ ടു മച്ച് ഓഫ് കോൺസെൻട്രേഷൻ നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് തരും. അത് ആ പ്രൊഡക്റ്റിന്റെ കുഴപ്പമില്ല, അതിന്റെ കോൺസെൻട്രേഷൻ മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതെങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും നയാസിനമൈഡ് 5% യൂസ് ചെയ്യുക. കാരണം ഒരു പ്രശ്നമില്ലാത്ത ആളിനെ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ച് പണി വാങ്ങിക്കുന്നതിനേക്കാണ് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റിലോട്ട് 10% സ്കിൻ കെയറിലോട്ട് 10% നയാസിനമൈഡ് കൊണ്ടുവരുന്നത്. കാര്യം എന്ന് വെച്ചാൽ നയാസിനമൈഡ് നമുക്ക് എന്തിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ വെറുതെ 10% വാങ്ങിച്ച് ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ ചീത്ത വിളിക്കും. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ ഇത് സ്റ്റാൻഡ് എലോൺ ആണ്. അതായത് നയാസിനമൈഡ് മാത്രം നമുക്ക് വെറും ഒരു സെറമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യും. ആ ചെറിയ രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലെ നമുക്ക് സ്കിന്നിന്റെ ഹൈഡ്രേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓപ്പൺ പോർസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും നല്ലൊരു സെറമാണ് നയാസിനമൈഡ്. അപ്പം സ്റ്റാൻഡ് എലോൺ ആയിട്ട് നിൽക്കുന്ന സെറവും കൂടിയാണ് നയാസിനമൈഡ്. മാത്രമല്ല എല്ലാത്തിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ട്, നമ്മുടെ ക്രിക്കറ്റിൽ ജഡേജയെ പോലെയാണ് സ്കിൻ കെയറിൽ നയാസിനമൈഡ്. നമുക്ക് എന്തിന്റെ കൂടെ നയാസിനമൈഡ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 2 to 5% വാങ്ങിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അത് കൂടുതൽ 10% യൂസ് ചെയ്താലേ റിസൾട്ട് കിട്ടും അങ്ങനെയൊന്നുമില്ല. 5% യൂസ് ചെയ്താലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റിസൾട്ട് ആ 5% കിട്ടും. ചിലപ്പോൾ 10% ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ ഇരിക്കും. അതുകൊണ്ട് 5% ആണ് നയാസിനമൈഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല അതൊരു ആസിഡിക് ന്യൂട്രൽ പി എച്ചിലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തിന്റെ കൂടെ ഉപയോഗിക്കാം. പിന്നെ പേഴ്സണലി ഞാൻ പറയുന്നത് നിങ്ങൾ വിറ്റാമിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനുശേഷം നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ സേഫ്, നല്ലത്. കാര്യം സേഫ് മാത്രമല്ല നല്ലത്. കാര്യം എന്തെന്ന് വെച്ചാൽ
നമ്മുടെ സ്കിൻ ഈ വിറ്റാമിൻ എയോ അല്ലെങ്കിൽ വിറ്റാമിൻ സി ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നയാസിനമൈഡ് വെച്ചിട്ട് അത് ബ്ലോക്ക് ഔട്ട് ചെയ്യാനും പറ്റും. അടുത്താണ് വിറ്റാമിൻ സി. ഇപ്പോൾ എല്ലാവരും നോർമലി യൂസ് ചെയ്തിട്ടുള്ള ഒരു സെറങ്ങളിൽ ഒന്നായിരിക്കും വിറ്റാമിൻ സി, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സെറമാണ്. കാരണം സ്കിൻ ബ്രൈറ്റ്നസ് അങ്ങനെ കുറേ ക്ലെയിമുകളുള്ള സാധനമാണ് വിറ്റാമിൻ സി. സത്യത്തിൽ ക്ലെയിമുകളുണ്ടോ? ക്ലെയിമുകളൊക്കെ ഉണ്ട്, സത്യമാണ്. വിറ്റാമിൻ സി നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ആന്റി ഏജിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും, സൺ ഡാമേജ് സൺബ്ലോക്ക് ഐറ്റം ഒക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ സി. മാത്രമല്ല ഇതൊരു വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിനും കൂടെയാണ് വൈറ്റമിൻ സി. അപ്പോൾ സംഭവം നല്ലതാണ്. ഇത് കൂടുതലും സെറം ഫോമിലാണ് കാണപ്പെടുന്നത്, ക്രീമിനേക്കാളും സെറം ഫോമിലാണ് കാണപ്പെടുന്നത്. പിന്നെ ഇതിന്റെ പി എച്ചിലോട്ട് വരുമ്പോഴാണ് കുറച്ച് പ്രശ്നം കിടക്കുന്നത്. ഇതിന്റെ പി എച്ച് 2.2 to 4 PH വരെയാണ് ഇതിന്റെ പി എച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. 4.5 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് ലാസ്റ്റ് ആണ് 4.5 ആണ്. അപ്പൊ ഇച്ചിരി അസിഡിക് നേച്ചറുള്ള സാധനമാണ് വിറ്റാമിൻ സി. ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അത് ഇത്ര അസിഡിക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിറ്റാമിൻ എ, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് തുടങ്ങിയ സാധനങ്ങൾ വിറ്റാമിൻ എ സിയുടെ കൂടെ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 10% നയാസിനമൈഡ് ഫസ്റ്റ് ടൈം ആയിട്ട് വിറ്റാമിൻ സിയുടെ കൂടെ യൂസ് ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു ഓൾറെഡി ഇറിറ്റേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു സെറം വിറ്റാമിൻ സി ആയതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഈ ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ട് സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കണോന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ഞാനൊരു 5-6 years ഞാൻ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം എന്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. അത്രയും നല്ല സാധനമാണ് വിറ്റാമിൻ സി. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെതായിട്ടുള്ള മാനുവൽ അനുസരിച്ച് യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം രാവിലെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു സൺബ്ലോക്കിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് രാവിലെ ഉപയോഗിക്കുന്നത് നല്ലത്. പക്ഷേ ഇനഫ് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. കാരണം ഇതിന് വിറ്റാമിൻ സി സൺലൈറ്റിൽ ഫോമുലേറ്റ് ഇതൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ നോക്കുമ്പോൾ ഒരു ഡാർക്കനിങ് എഫക്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വിറ്റാമിൻ സിയും സൺസ്ക്രീനും കൂടി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിൻ ഒരുപാട് ഡാർക്ക് ആയിട്ട് ഫീൽ ആവാൻ ചാൻസ് കൂടുതലാണ്. സോ ആവശ്യത്തിന് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് വിറ്റാമിൻ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ബോം പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല ഇത് വിറ്റാമിൻ സി നമ്മൾ ഫെറൂലിക് ആസിഡ്, വിറ്റാമിൻ ഇ പോലെയുള്ള സാധനങ്ങൾ കൂടെയാണ് ഈ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ആന്റി ഏജിങ് പ്രോപ്പർട്ടിയും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക വിറ്റാമിൻ സി വാങ്ങിക്കുമ്പോൾ. പിന്നെ നിങ്ങളുടെ കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി അല്ല അസ്കോർബിക് ആസിഡ് യൂസ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം സ്കിൻ ഇറിറ്റേഷൻസ് വരും. മാത്രമല്ല നിങ്ങളത് കുറച്ച് എന്താ പറയുക ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുക. അതായത് ലൈക്ക് ഡയറക്റ്റ്ലി ഒരുപാട് ആക്റ്റീവ് പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വല്ലപ്പോഴും മൂക്കുര് വന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ മെയിൻ കൺസേൺ മൂക്കുരാണെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഓൾറെഡി വിറ്റാമിൻ സിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് കുറച്ച് ആസിഡിക് നേച്ചർ ആയതുകൊണ്ട് ഓൾറെഡി നമ്മുടെ പിമ്പിൾസ് വരെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയി ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് കൂടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് മൂക്കുരുള്ള ആൾക്കാർ വിറ്റാമിൻ സി ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. അടുത്താണ് HAs BHAs. ഞാൻ പറയും ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടുള്ള ഒരു BHA ആണ് സാലിസിലിക് ആസിഡ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഏഷ്യക്കാർ അല്ലെങ്കിൽ നമ്മൾ ഏഷ്യൻ സ്കിന്നിലുള്ള ആൾക്കാരാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സാലിസിലിക് ആസിഡ് വേണം. ആണുങ്ങൾക്കാണെങ്കിൽ ഓൾറെഡി ഒരു ഓയിലി സ്കിൻ നേച്ചേർഡ് ആയിരിക്കും, അവരുടെ ഹോർമോൺസ് ആണ്. സ്ത്രീകൾക്കാണെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ വെച്ച് നമുക്ക് ഒരു ഓയിലി സ്കിൻ നേച്ചറാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മിസ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സാലിസിലിക് ആസിഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തത്തിൽ കാര്യം പറഞ്ഞുതരാം. ഗ്ലൈക്കോളിക് ആസിഡോ സാലിസിലിക് ആസിഡോ ലാക്ടിക് ആസിഡോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ലോ pH ഉള്ള ആസിഡ്സുകളാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും ഗ്ലൈക്കോളിക് ആസിഡും സാലിസിലിക് ആസിഡും കുറച്ച് ലോ pH ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിന്നിന്റെ ഡീപ്പിലോട്ട് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് സാലിസിലിക് ആസിഡ് പെട്ടെന്ന് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഈസിലി ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ ലാക്ടിക് ആസിഡിനോട് നോക്കുമ്പോൾ ലാക്ടിക് ആസിഡ് കൂടുതലും പണിയെടുക്കുന്നത് പുറത്തു നിന്നാണ്. ഡീപ്പിലോട്ട് പോകും, പക്ഷെ സ്റ്റിൽ മറ്റു രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ പുറത്തു നിന്ന് പണിയെടുക്കുന്ന ആളാണ് ലാക്ടിക് ആസിഡ്. അതാണ് ഈ ചില സമയങ്ങളിൽ ലാക്ടിക് ആസിഡ് പീലുകൾ കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് പീൽസിനേക്കാളും ലാക്ടിക് ആസിഡ് പീൽസ് കുറച്ചുകൂടെ നല്ലത് അത് പുറത്ത് പണിയെടുക്കുന്നതുകൊണ്ടാണ്. എനിവേസ് ഇത് എന്തായാലും എല്ലാ ആസിഡ്സും കുറച്ച് ലോ pH സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോൺസെൻട്രേഷൻ ഇത്ര കോൺസെൻട്രേഷൻ മതി, 2% മതി എന്ന് പറയുന്നിടത്ത് നമ്മൾ 2% സെറം യൂസ് ചെയ്യും, 2% മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ 2% ഫേസ് വാഷ് യൂസ് ചെയ്യും. അപ്പൊ എല്ലാ കോൺസെൻട്രേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6% ആണ് ഡെയിലി ഡോസ് ആയിട്ട് രാവിലെയും വൈകിട്ടും നമ്മുടെ സ്കിന്നിലോട്ട് കൊടുക്കുമ്പോൾ സ്കിൻ ഓവർ എക്സ്ഫോളിയേഷൻ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, പിമ്പിൾസ് വരും. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ട് മോക്കുരു വരുന്നത്. ആസിഡ്സ് നോർമലി നമ്മൾ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒന്ന് പതുക്കെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. എങ്ങനെയെന്ന് വെച്ചാൽ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാം, മോർണിംഗിൽ യൂസ് ചെയ്യാതിരിക്കുക, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ
ട്വൈസിന് 2 നേരം ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒന്ന് പതുക്കെ വേണം നമ്മൾ ഇങ്ങനത്തെ ആസിഡ്സ് നമ്മുടെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാരണം നേരത്തെ പറയുമ്പോൾ ലോ പി എച്ചിലുള്ള സാധനമാണ്, നന്നായിട്ട് ഡീപ്പർ ലെയറിലോട്ട് പോകുമ്പോൾ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിലും സ്കിൻ ടോളറൻസ് വളരെ കുറയും. പിന്നെ നമ്മുടെ കുറച്ച് തിന്നായിട്ടുള്ള സ്കിന്നും കൂടെ ആണെങ്കിൽ പറയാൻ വേണ്ട, പെട്ടെന്ന് പണി ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പണി വാങ്ങിക്കുന്ന എല്ലാം ടീനേജേഴ്സ് ആട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് സാലിസിലിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യരുത്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 2-3 ദിവസത്തിൽ ഒരിക്കലൊക്കെ വേണം യൂസ് ചെയ്യാൻ. നമുക്ക് ഞാൻ പറയത്തില്ല, നമ്മൾ എപ്പോഴും സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ ചെയ്യരുത്. സ്കിൻ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ സ്കിൻ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റൂ. അപ്പൊ യൂസ് ചെയ്യുന്ന ആസിഡ്സ് നമ്മൾ അതനുസരിച്ച് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ ഈ AHA BHA എന്തൊക്കെ ലെയർ ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ വിറ്റാമിൻ എയിൽ പറഞ്ഞ പോലെ സൂതിങ് ആയിട്ടുള്ള സാധനമാണ്. അതായത് നിയാസിനമൈഡ്, സിൻറ്റെല്ല, അതല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ്, അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണേഴ്സ്, മോയ്സ്ചറൈസേഴ്സ്, എസൻസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ AHA BHA യൂസ് ചെയ്യുന്നതിന് ഞാൻ എപ്പോഴും മിസ് ചെയ്യാത്ത സാധനമാണ് എന്റെ സെയിൽ ന്യൂസിനും എന്റെ ലെനേജിനും ടോണർ. ഇത് രണ്ടും നല്ല രീതിയിൽ ഹൈഡ്രേഷൻ തരുന്ന സാധനമുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ ഇല്ലാണ്ട് പെർഫെക്റ്റ് സ്കിൻ മര്യാദയ്ക്ക് നമ്മുടെ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ലെയറിങ് എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ലെയറിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഐക്കാർഡ് കൊടുക്കാം. പക്ഷെ ഞാൻ വീണ്ടും ഒന്നും കൂടെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോന്നായിട്ട് എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരും ഇത് മിസ്യൂസ് ചെയ്തിട്ട് സ്കിൻ ഡാമേജ് ആക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡാമേജ് ആക്കാനാണെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യണ്ടല്ലോ. ബേസിക്സ് നിങ്ങൾക്ക് എല്ലാ ആക്റ്റീവ്സ് യൂസ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ബേസിക് സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുക. കാരണം ചെയ്ത് പണി വാങ്ങിക്കുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ട് പണി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പണി ലൈക്ക് ഓക്കെ ഉള്ളതുപോലെ പോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ ലെയറിങ്ങിനെ പറ്റിയിട്ടായിരുന്നു, പ്രത്യേകിച്ച് വിറ്റാമിൻ സി, വിറ്റാമിൻ എ, AHAസിനെ ഒക്കെ പറ്റിയിട്ട്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേയും ഞാൻ വരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.